ഹലോ ഡിയേഴ്സ്, നൗ നമുക്കൊരു മാരത്തോൺ ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത്. നമ്മളിപ്പോൾ ഇതുവരെ കണ്ടതെല്ലാം ഓരോ അഡ്ജസ്റ്റ്മെന്റ്, ഉദാഹരണം അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് പഠിക്കുന്ന, പിന്നെ റീവാല്യൂഷൻ ഓൺ നോൺ കറണ്ട്, പിന്നെ ഡിവിഡൻഡ്, പിന്നെ റീവാല്യൂഷൻ ഓൺ കറണ്ട്, പിന്നെ നമ്മൾ സ്പെഷ്യൽ കോമൺ ഐറ്റം റിലേറ്റഡ് ഇഷ്യൂസ്, ചെക്ക് ഇൻ ട്രാൻസിറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ കണ്ടത്. റെഡി? ഇതേപോലെ ആൻഡ് ഗുഡ് വിൽ ഇംപാർമെന്റ്, ഇതെല്ലാം കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. അതിന് തൊട്ട് മുന്നേ പിന്നെ നമ്മൾ മൾട്ടിപ്പിൾ സബ്സിഡി കണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു മാരത്തോൺ അഡ്ജസ്റ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. റെഡി? കംപ്ലീറ്റ് കൺസോൾട്ടേഷനിലെ ഒരു മാരത്തോൺ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നതിലൂടെ പോയ എല്ലാ അഡ്ജസ്റ്റ്മെന്റിന്റെയും എക്സ്പോഷർ ഒറ്റ ക്വസ്റ്റ്യനിൽ ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ഡേ ബിഫോർ എക്സാമിനൊക്കെ കംപ്ലീറ്റ് കൺസോൾട്ടേഷൻ റിവൈസ് ചെയ്യുമ്പോൾ ഈ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ റിവൈസ് ചെയ്യുന്നതിലൂടെ യു ക്യാൻ ഹാവ് എ ലോഡ് ഓഫ് എക്സ്പോഷർ. റെഡി? ആൻഡ് പലപ്പോഴായിട്ട് ICMA ചോദിച്ച ക്വസ്റ്റ്യനുകൾ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഏകദേശം ഇനി പറയാൻ പോകുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ഒരു ക്വസ്റ്റ്യനിൽ തന്നെ വരുന്ന ടൈപ്പില് ക്വസ്റ്റ്യൻസ് ആണ്. റെഡി? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻ വായിക്കാം. ഓൺ 31st മാർച്ച് ടു ആക്ച്വലി അതിന് മുന്നേ ഈ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ബുക്കിലെ ക്വസ്റ്റ്യൻ 10 ആയിരിക്കും. പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ലേറ്റസ്റ്റ് ബുക്ക് അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഈ മൂന്നാമത്തെ അഡ്ജസ്റ്റ്മെന്റ് ഇതിനൊക്കെ പകരം ഒരു പക്ഷേ ബോണസിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കും. അത് ഔട്ട്ഡേറ്റഡ് ആണ്. അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു പുതിയ ക്വസ്റ്റ്യൻ ആണ് ഈ മാരത്തോൺ അഡ്ജസ്റ്റ്മെന്റ്. എൻ്റെ വകയായിട്ട് 1-2 ഐറ്റംസും ആഡ് ചെയ്തിട്ടുണ്ട്. എമൗണ്ട് ഒക്കെ മാറ്റിയിട്ടുണ്ടാവും. അപ്പം നിങ്ങളെ കയ്യിൽ ഈ ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ ഇതിൻ്റെ PDF ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നതാണ്. പിന്നെ ഒപ്പം തന്നെ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ CFRന്റെ മെൻഡറെ കണക്ട് ചെയ്താൽ മതി. ക്ലിയർ? ഓക്കെ? അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. റെഡി? Now, on 31st March 2011, the balance sheet of H Limited and S Limited, ready, as follows. അപ്പോൾ date of balance sheet is on 31st March 11. എന്നിട്ട് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, സ്റ്റേറ്റ് പേബിൾ, ഷോർട്ട് ടേം പ്രൊവിഷൻ, അതർ കറണ്ട് ലയബിലിറ്റി, പിന്നെ നമ്മുടെ PP ഉണ്ട്, നോൺ കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്, കറണ്ട് അസറ്റിൽ 4 ഐറ്റംസ് ഉണ്ട്. ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. ഇനി ഇവിടെ ഷെയർ ക്യാപിറ്റലോട്ട് വരുമ്പോൾ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. പക്ഷെ അത് നമ്മൾ മൈൻഡ് ആക്കണം. നമ്മൾ ഇഷ്യൂഡ് ഷെയർ ക്യാപിറ്റൽ ആണ്. അത് ആണ് ഇത്. ദെൻ ജനറൽ റിസർവ്, P&L, ട്രേഡ് പേബിൾ രണ്ടും സെപ്പറേറ്റ്ലി തന്നിട്ടുണ്ട്. ദെൻ ഷോർട്ട് ടേം പ്രൊവിഷൻ ഫോർ ടാക്സ്, ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിറ്റിംഗ്സ്, ഡെറ്റേഴ്സ്, ബിൽസ് റിസീവബിൾ ആൻഡ് സൺട്രി അഡ്വാൻസ്. ഇങ്ങനെയൊക്കെയാണ് ഐറ്റംസ് കിടക്കുന്നത്. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെന്റുകൾ ഒന്നൊന്നായിട്ട് വായിക്കാം. റെഡി? H Limited purchased 384 lakh shares in S Limited on 1/4/2010. അപ്പോൾ 1/4/2010 ഇവിടുത്തെ ഡേറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ കൺസോൾട്ടേഷൻ ഡേറ്റ് 31st March 11 ആണ്. പക്ഷേ നമ്മുടെ ഡേറ്റ് ക്വസ്റ്റ്യൻ 1/4/10 ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതാണ് ഓപ്പണിംഗ് ഡേറ്റ്. അപ്പോൾ പ്രീ പോസ്റ്റ് അനുപാതം 0-12 month ആയിരിക്കും. നോട്ട് ഇറ്റ്. ക്ലിയർ? ഇനി 384 ഷെയർസ് ആണ് നമ്മൾ വാങ്ങുന്നത്. റെഡി? അപ്പോൾ സ്വാഭാവികമായിട്ടും പെർസെൻറ്റേജ് ഹോൾഡിംഗ് കാണാൻ ഇവരുടെ ഷെയർസ് 480 ആണ്. അപ്പോൾ നിങ്ങൾ 384 ഡിവൈഡ് ബൈ 480 എന്ന് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് യു വിൽ ഗെറ്റ് 80%. റെഡി? അപ്പോൾ 80-20 അനുപാതമായിരിക്കും. ക്ലിയർ? ഇനി 1/4 അതായത് ഓപ്പണിംഗ് ഡേറ്റിന് ജനറൽ റിസർവ് ആൻഡ് P&Lന്റെ ഓപ്പണിംഗ് ബാലൻസ് ആണ് 300 and 1,200 lakh. Now on 1st April 2010, S Limited declared and paid a dividend of 20% ഫോർ ദ ഇയർ 31st March 2010. ലാസ്റ്റ് ഇയറിലെ ഡിവിഡൻഡ് ആണ് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത്. റെഡി? ആൻഡ് H Limited credited the dividend received to P&L. റിമെമ്പർ, ഇവിടെ ഡിവിഡൻഡ് ഡിക്ലെയർഡ് ആൻഡ് പെയ്ഡ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 1/4 കൊടുക്കുന്നത്. 1/4 നമ്മൾ ഷെയർ വാങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മൾ ഷെയർ വാങ്ങിയതിന് ശേഷം കൊടുക്കുന്ന ഡിവിഡൻഡ് നമുക്ക് കിട്ടും, അതായത് പാരന്റിന് കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടെ നമ്മുടെ സ്റ്റെപ്പ് 3 അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടല്ലോ മക്കളെ, അതായത് ഡിവിഡൻഡ് ആഡ് ബാക്ക് ചെയ്തിട്ട് പോസ്റ്റ് പീരീഡിൽ നിന്ന് ഡിഡക്ട് ചെയ്യണം. അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ദിസ് ഈസ് വൺ അഡ്ജസ്റ്റ്മെന്റ്, ഡിവിഡൻഡ്. ഇനി ഒരു കോമൺ ഐറ്റം റിലേറ്റഡ് മാറ്റേഴ്സ്. ഓൺ 31st March 2011, all the bills payable in S Limited balance sheet were in acceptance in favor of H Limited എന്നാണ്. But on that date H Limited held only 45 lakh
of this acceptance in hand, rest having been endorsed in favor of its state payable. അതായത് നമ്മുടെ എസ് ലിമിറ്റഡിന്റെ ബുക്കിലുള്ള ഈ 160 കംപ്ലീറ്റ്ലി എന്താണ്, കോമൺ ഐറ്റം ആണ്. കാരണം ഇത് എച്ച് ലിമിറ്റഡിന് എഗെയിൻസ്റ്റ് ആയിട്ട് കൊടുത്തതായിരുന്നു. പക്ഷേ ഈ 165 ഒരു 115 ഐറ്റം എന്ത് ചെയ്തു, എൻഡോസ് ചെയ്തു. അത് നമ്മൾ പറഞ്ഞതാണ്. ഇഫ് എ ബിൽ ഗോൺ ഔട്ട് ഓഫ് ദ ഗ്രൂപ്പ് ദെൻ ഇറ്റ്സ് നോട്ട് എ കോമൺ ഐറ്റം. അങ്ങനെയാണെങ്കിൽ 45 മാത്രമേ കോമൺ ഐറ്റം ഉള്ളൂ. അപ്പോൾ ബിൽസ് റെസീബിൾ വേഴ്സസ് ബിൽസ് പേബിൾ ചെയ്യുമ്പോൾ ഒരു 45 കോമൺ ഐറ്റം ഉണ്ടാവും, നോട്ട് ഇറ്റ്. ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. 45 മാത്രമാണ്, 160 അല്ല. ഇനി റീവാലുവേഷൻ അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെന്റ്. ഫെയർ വാല്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് ഇൻവെന്ററി ആർ 5544 and 2000 respectively, while the book value of the same item are 5444 and 1950 respectively. അപ്പോൾ ഇവിടെ ഈ ഫെയർ വാല്യൂ തരുന്നത് ഓഫ് കോഴ്സ് ഡേറ്റ് ഓഫ് അക്വസിഷൻ അന്നായിരിക്കും. അന്നത്തെ ബുക്ക് വാല്യൂ ഇതാണ്, ഇതിൻ്റെ ഇതുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു 100 റീവാലുവേഷൻ ഇൻക്രീസ് ഉണ്ട്, ഇവിടെ ഒരു 15 റീവാലുവേഷൻ ഇൻക്രീസ് ഉണ്ട്. പക്ഷെ ഇത് കറണ്ട് ഐറ്റം ആണ്. അപ്പോൾ ഡേറ്റ് ഓഫ് അക്വസിഷന് ശേഷം സബ്സിക്വന്റ് ഡേറ്റ് കൺസോളിഡേഷൻ ആണ് നമ്മൾ ഇതിൽ പ്രിപ്പയർ ചെയ്യുന്നത്. 1/4 ഡേറ്റ് ഓഫ് അക്വസിഷൻ. ഒരു കൊല്ലം കഴിയുമ്പോഴേക്ക് ഈ സ്റ്റോക്ക് എന്തായിട്ടുണ്ടാവും, സോൾഡ് ആയിരിക്കും. പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സോൾഡ് ആയിട്ട് എടുക്കണമെന്ന് കറണ്ട് ഐറ്റത്തിന്റെ ഡിസ്കഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു. ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയാകുമ്പോൾ സ്റ്റെപ്പ് 3 അതിന്റെ റിവേഴ്സൽ ഉണ്ടാവും. പിന്നെ ആസ് യൂഷ്വൽ സ്റ്റെപ്പ് 4 ഉണ്ടാവും. റെഡി? ഇത് സ്റ്റെപ്പ് 4 ഉണ്ടാവും. ഇനി ഇതിന്റെ മുകളിൽ റേറ്റ് ഓഫ് ഡെപ്രിസിയേഷൻ 10% ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അഡീഷണൽ ഡെപ്രിസിയേഷൻ കാണേണ്ടി വരും. അപ്പോൾ ഇവിടെ 100 × 10% എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ്ലി 10 റുപ്പി ആയിരിക്കും അഡീഷണൽ ഡെപ്രിസിയേഷൻ. ഈസിയാണ്. കാരണം എന്താ വെച്ചാൽ ഇത് മിഡ് ഓഫ് ദ ഇയർ അല്ല, ആൻഡ് SLM സോറി, ഇറ്റ്സ് നോട്ട് മിഡ് ഓഫ് ദ ഇയർ. അതുകൊണ്ട് തന്നെ കോംപ്ലിക്കേറ്റഡ് വർക്കിംഗ്സ് അഡീഷണൽ ഡെപ്രിസിയേഷൻ കാൽക്കുലേഷൻ വേണ്ട. റെഡി? ദാറ്റ്സ് ഇറ്റ്. ഇനി ഒരു അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഓൺ 31st March 2011, എസ് ലിമിറ്റഡ് ഇൻവെന്ററി ഇൻക്ലൂഡഡ് ഗുഡ്സ് വിച്ച് ഇറ്റ് ഹാഡ് പർച്ചേസ്ഡ് ഫ്രം H Limited at 100 rupee, which made at a profit of 25% on cost. അപ്പോൾ H to S ആണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് എന്താണ് സ്ട്രീം? ഡൗൺ സ്ട്രീം ആണ്. അതുകൊണ്ട് തന്നെ സ്റ്റോക്കിൽ നിന്നും സ്റ്റെപ്പ് 7 നിന്നും കുറയ്ക്കേണ്ടി വരും. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 100 × 100 × 25 ഡിവൈഡ് ബൈ 125 ആയിരിക്കും. 20 ആയിരിക്കും അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. ഇനി ഗുഡ് വിൽ ഇംപാക്ട് ബൈ 160. ഇതാണ് തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞത്. സ്ട്രൈറ്റ്ലി ഗുഡ് വിൽ ഇംപാക്ട് ബൈ 160 എന്നാണ് തരുന്നതെങ്കിൽ ആസ് പെർ ദ ICMA സൊല്യൂഷൻ വർക്കിംഗ്സ് നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ സ്റ്റെപ്പ് 3 പോസ്റ്റ് പി ആൻഡലിൽ നിന്ന് കുറക്കാം. റെഡി? ആൻഡ് സ്റ്റെപ്പ് 6 ഗുഡ് വില്ലിൽ നിന്നും കുറക്കാം. ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ആയി? ഡിവിഡൻഡ് അഡ്ജസ്റ്റ്മെന്റ് ആയി, ഒന്നതാണ്. റെഡി? പിന്നെ ഒരു കോമൺ ഐറ്റം എലിമിനേഷൻ അഡ്ജസ്റ്റ്മെന്റ്. റെഡി? 3 റീവാലുവേഷൻ. അതന്നെ നോൺ കറണ്ടും ഉണ്ട്, കറണ്ടും ഉണ്ട്. പിന്നെ 4 എന്താണ്? അൺറിയലൈസ്ഡ് പ്രോഫിറ്റ്. പിന്നെന്താണ്? 5 എന്താണ്? ഗുഡ് വിൽ. റെഡി? 5 ഗുഡ് വിൽ. ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. ഗുഡ് വില്ലിന്റെ ഇംപയർമെന്റ്. ഇത്രയും അഡ്ജസ്റ്റ്മെന്റ്സ് ആണുള്ളത്. റെഡി? അപ്പോൾ നിങ്ങൾ എന്നെ തനിയെ ചെയ്താൽ മതി. ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. പകരം ആൻസർ കൃത്യമായിട്ട് സ്ക്രോൾ ചെയ്തിട്ട് പോവാം. നിങ്ങൾ തനിയെ ചെയ്യുക, എന്നിട്ട് ശരിയാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. റെഡി? എന്തായാലും ഞാൻ ഇതിൻ്റെ ഒരു മിനിമം ക്ലാരിഫിക്കേഷൻസ് തരുന്നുണ്ട്. എൻ്റെ ആൻസർ കീ എൻ്റെ PDF-ഉം ഇതിൻ്റെ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്യും. ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. ക്വസ്റ്റ്യൻ നല്ല അടിപൊളി ക്വസ്റ്റ്യൻ അല്ലേ മക്കളെ? ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അറ്റ് എ ടൈമിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യേണ്ടത് കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് സ്ട്രോങ് ആയിരിക്കണം. കംപ്ലീറ്റ്ലി ക്വസ്റ്റനിലോട്ട് ഫോക്കസ് ചെയ്യണം. അപ്പൊ ആസ് യൂഷ്വൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഫോർമാറ്റ് വരയ്ക്കുക. റെഡി? ദാറ്റ്സ് ഇറ്റ്. വെയിറ്റ്. സോ ഞാൻ ഓൾറെഡി ആൻസർ എഴുതിയത് ഇവിടെ കാണിക്കുകയാണ്. കാരണം ഓൾറെഡി അറിയുന്ന കാര്യമാണ്. സ്ക്രീനിൽ ഒരുപാട് ടൈം എടുക്കണ്ട എന്നുള്ള നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനിത് സ്ക്രോൾ ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഞാൻ ഇതിൻ്റെ ആൻസർ ഡിസ്കഷൻ ക്ലാരിറ്റി വേണ്ടവർക്ക് കേൾക്കാം, അല്ലാത്തവർ
പോസ് ചെയ്തിട്ട് എന്ത് ചെയ്തോളൂ, ആൻസർ തനിയെ കണ്ടെത്തിക്കോളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ എൻ്റെ ബേസിക് കൾച്ചറൊക്കെ പറയാം. ഇവിടെ ആദ്യം നമുക്ക് PP ആണ്. PP-യിൽ നോട്ട്സ് ടു അക്കൗണ്ട്സിൽ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ബാക്കിയുള്ളതിന് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഇതല്ലാത്തതെല്ലാം ആദ്യം എഴുതുക. റെഡി? ബാലൻസ് ഒക്കെ നിങ്ങൾക്ക് അവസാനമേ കിട്ടുള്ളൂ. എന്നിട്ട് ഇൻവെന്ററിയിൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് വരാനുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതും പെൻഡിങ് ആക്കി വെക്കുക. ദെൻ ട്രേഡ് റെസീബിള് ഇവിടെ ഒരു കോമൺ ആയിട്ട് ഉണ്ടാവും, അത് ആസ് യൂഷ്വൽ ചെയ്യാം. എന്നിട്ട് അത് എഴുതുക. റെഡി? നൗ ട്രേഡ് പേയബിളും, എന്നിട്ട് ബാക്കി എല്ലാ ലാബിലിറ്റിയും എഴുതുക. ഇനി നമ്മൾ വാക്കിൻ നോട്ട് എഴുതുമ്പോൾ ആദ്യം ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ 4,800 എന്ത് ഡിവിഡൻഡ് ഷെയർ ക്യാപിറ്റൽ കിട്ടുന്നത്. റെഡി? ആ 4,800-ന്റെ 20% 960 ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്റ്റെപ്പ് 3-ൽ P&L-ന്റെ അഡ്ജസ്റ്റ്മെന്റിൽ ഇതിനെ ഓർക്കണം. ഇനി റീവാലുവേഷൻ പ്രോഫിറ്റ് ഓർ ലോസിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇവിടെ ആദ്യം പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ മുകളിലെ ഇൻക്രീസ് 100-ഉം കറണ്ട് ഐറ്റം 50-ഉമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും വാക്കിൻ നോട്ട് 2 എന്ന് പറഞ്ഞ റീവാലുവേഷൻ പ്രോഫിറ്റ് ഓർ ലോസ് കറണ്ടും നോൺ കറണ്ടും വേറെ വേറെ എഴുതണം. ഇൻക്രീസ് ഓൺ പ്ലാന്റ് ആൻഡ് മെഷീനറി 100-ഉം ഇത് 50-ഉമാണ്. മൊത്തം 100, 50, 150. ഇതാണ് സ്റ്റെപ്പ് 4-ൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഇനി സ്റ്റെപ്പ് 3-ൽ കറണ്ട് ഐറ്റത്തിന്റെ പ്രോഫിറ്റ് റിവേഴ്സ് ചെയ്യണം. ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. ഇനി അഡീഷണൽ ഡിപ്രിസിയേഷൻ. സിൻസ് ഡേറ്റ് അക്വിസിഷൻ ഈസ് ഓപ്പണിംഗ്, നോ നീഡ് ടു വർക്ക് ലൈക്ക് കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻ. സിംപ്ലി എത്രയാണ് ഇൻക്രീസ്? 100 ഇൻക്രീസ്, അതേ ഇൻറ്റു 10%. അപ്പൊ നിങ്ങൾ അത് അസറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ 100 കൂട്ടുക, എന്നിട്ട് 10 കുറയ്ക്കുക. ഇതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. റെഡി? അപ്പോൾ ഇതായിരിക്കും ഗ്രാൻഡ് എമൗണ്ട് കിട്ടുക. നോക്കുക. ഇനി ശ്രദ്ധിക്കേണ്ടത് കറണ്ട് ഐറ്റത്തിന്റെ മുകളിലുള്ളത് എന്ത് ചെയ്യണ്ട, അഡ്ജസ്റ്റ് ചെയ്യേണ്ട. അതിന്റെ ഇൻക്രീസ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട, കാരണം അത് വിറ്റുപോയി, ജീവിച്ചിരിപ്പില്ലാത്ത ഒരു അസറ്റ് ആണത്. റെഡി? ദാറ്റ്സ് ഇറ്റ്. ക്ലിയർ? അപ്പോൾ അതിന്റെ കൂടെ അത് അഡ്ജസ്റ്റ് ചെയ്യണ്ട. ക്ലിയർ ആണ് എന്ന് കരുതുന്നു. പിന്നെ നമ്മുടെ അടുത്തത് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ആണ്. ഇവിടെ 20, അത് സ്റ്റെപ്പ് 7-ൽ നിന്നും കുറക്കണം, ഇൻവെന്ററിയിൽ നിന്നും കുറക്കണം. ക്ലിയർ? ഇൻവെന്ററിയിൽ നിന്ന് 20 കൂടെ കുറക്കുകയാണെങ്കിൽ 28.55 ആയിരിക്കും ഇൻവെന്ററിയിൽ കിട്ടുക. ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. ഇനി ഗുഡ്വില്ലിന്റെ ഇമ്പയർമെന്റ് 160 ഉണ്ട്. അത് സ്റ്റെപ്പ് 3 പോസ്റ്റിൽ നിന്നും കുറക്കണം, പോസ്റ്റ് P&L നിന്നും കുറക്കണം. സ്റ്റെപ്പ് 3 ഗുഡ്വിൽ നിന്നും കുറക്കണം. സ്റ്റെപ്പ് 6 ഗുഡ്വിൽ. ഇനി സ്റ്റെപ്സ് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് 1 ഡേറ്റ് അക്വേഷൻ 0-12 ആയിരിക്കും. പെർസെന്റേജ് ഓഫ് ഹോൾഡിംഗ് 80-20 ആയിരിക്കും. അനാലിസിസ് ഓഫ് റിസർവ്സിൽ പ്രശ്നങ്ങളില്ല. ക്ലോസിംഗ്, ഓപ്പണിംഗ്, ജനറൽ റിസർവ് നോക്കുക. കറണ്ട് ഇയർ പ്രോഫിറ്റ്, ദെൻ പ്രീ പോസ്റ്റ്. ഇവിടെ കട്ട് ചെയ്യേണ്ട കാര്യമില്ല, കാരണം 0-12 ആയിരിക്കും. പിന്നെ P&L ആണെന്ന് ശ്രദ്ധിച്ച് ചെയ്യേണ്ടത്. ക്ലോസിംഗ്, ഓപ്പണിംഗ്. റെഡി? എന്നിട്ട് ഡിവിഡൻഡ് ആഡ് ബാക്ക് ചെയ്യണം. അപ്പൊ കറണ്ട് ഇയർ പ്രോഫിറ്റ് കിട്ടും. അപ്പൊ പ്രീ 1200-ഉം പോസ്റ്റ് 1380 ഉണ്ടാവും. പക്ഷെ അതിൽ നിന്ന് എന്തൊക്കെ കുറക്കണം? ഒന്ന്, ഡിവിഡൻഡ് കുറക്കണം, പിന്നെ അഡീഷണൽ ഡിപ്രിസിയേഷൻ കുറക്കണം, പിന്നെ കറണ്ട് ഐറ്റത്തിന്റെ മുകളിലുള്ള റീവാലുവേഷൻ പ്രോഫിറ്റ് റിവേഴ്സ് ചെയ്യണം, ദെൻ ഗുഡ്വില്ലിന്റെ ഇമ്പാർമെന്റ് ലോസും. അങ്ങനെ വരുമ്പോൾ 200 ആയിരിക്കും കിട്ടുക. നിങ്ങൾ സാവധാനം ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്കഷൻ ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് പറയാണ്. ഇതിലുള്ള കൺഫ്യൂസിങ് പോയിന്റ് മാത്രം. ക്ലിയർ? ദാറ്റ്സ് ഇറ്റ്. റെഡി? അപ്പോൾ നെറ്റ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഷെയർ ക്യാപിറ്റൽ ഇതാണ്, ബാക്കിയെല്ലാം ഇതാണ്. റീവാലുവേഷൻ റിസർവ് എടുക്കാൻ വിട്ടുപോകരുത്. എന്നിട്ട് NCA ചെയ്യുമ്പോൾ യു ഗെറ്റ് ലൈക്ക് ദിസ്. 1546 ആയിരിക്കും NCI. ഗുഡ്വില്ല് 840 ആയിരിക്കും. പക്ഷെ എന്ത് കുറക്കണം? ഇമ്പയർമെന്റ് ലോസ് കുറക്കണം. അപ്പൊ 680 ആയിരിക്കും നെറ്റ്. പിന്നെ കൺസോളിഡേറ്റഡ് റിസർവ്സിൽ റിസർവ്സ് ഓഫ് പാരന്റ്, ഷെയർ ഓഫ് പോസ്റ്റ് മൈനസ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഇത് കുറക്കരുത്. ഗ്രാൻഡ് എമൗണ്ട് 1503. ഇങ്ങനെ ചെയ്തു വന്നാൽ നിങ്ങൾക്ക് ഇതിന്റെ അൾട്ടിമേറ്റ് ആൻസർ കിട്ടുക 25,300 ആയിരിക്കും. റെഡി? ഞാൻ ഇതേ വാക്കിംഗ് ഉള്ള PDF എന്ത് ചെയ്യാം, ഇതിന് തൊട്ടു ശേഷം നോക്കാം. സോ ഡിസ്കഷൻ ആവശ്യമുള്ളവർക്ക് ഇത് കേൾക്കാം. ദാറ്റ്സ് ഇറ്റ്. ഇനി ഞാൻ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസ് അറ്റംപ്റ്റിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ, അതൊന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് തരാം. അത് അടുത്ത വീഡിയോയിലാണ് ചെയ്യുന്നത്. റെഡി? ദാറ്റ്സ് ഇറ്റ്. അതിന്റെ ആൻസറും വേണമെങ്കിൽ ഞാൻ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. ക്ലിയർ? സോ സീ യു. ബൈ.